വയലിൻ വായനയിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന 10ാം ക്ലാസ്സുകാരനാണ് ആദിത്യദേവ്. ഇന്ത്യൻ സിനിമയിൽ ജനമനസ്സുകൾ കീഴടക്കിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ മുതൽ വയലിനിൽ അവതരിപ്പിച്ചാണ് ആദിത്യദേവ് കേരളക്കരയുടെ ശ്രദ്ധ നേടുന്നത്. വയലിനിലെ അവിസ്മരണീയ പ്രകടനങ്ങളിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി നിരവധി റെക്കോർഡുകളാണ് ആദിത്യദേവിനെ തേടിയെത്തിയിട്ടുള്ളത്. UKG പഠനകാലം മുതൽ ആദിത്യൻ വയലിൻ അഭ്യസിക്കുന്നുണ്ട്. നിഷാന്ത് പണിക്കർ ആയിരുന്നു ആദ്യത്തെ ഗുരു. ആദിത്യദേവിലെ അസാമാന്യ ഗ്രാഹ്യശേഷി വയലിൻ പഠനത്തിലും മറ്റും തിരിച്ചറിഞ്ഞ് രക്ഷിതാക്കൾ നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് ആദിത്യദേവിലെ പ്രതിഭയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയത്. സംഗീതപ്രേമികളുടെ ഹൃദയം കീഴടക്കുന്ന ജനപ്രിയ ഗാനങ്ങളായ പ്രമദവനം വീണ്ടും, പുതുവെള്ളൈമഴ, ശ്രീരാഗമോ എന്നീ അനശ്വര ഗാനങ്ങൾ ആരുടെയും മനസ്സ് കീഴടക്കുന്ന രീതിയിലാണ് ആദിത്യൻ വയലിനിൽ അവതരിപ്പിക്കുന്നത്. വയലിനിൽ ആദിത്യന്റെ ഗവേഷണ ബുദ്ധിയോടെയുള്ള പരിശ്രമമാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന മിമിക്രി അവതരണമായി രൂപാന്തരം പ്രാപിച്ചത്. കോവിഡിന് ശേഷം 2022 നടന്ന അമൃത TVയിലെ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിലും 2023 ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം പരിപാടിയിലും വയലിനിൽ മിമിക്രി അവതരിപ്പിച്ച് ആദിത്യൻ കയ്യടി നേടി. ആംബുലൻസ്, മരണക്കിണറിലെ സ്കൂട്ടർ റൈഡ്, ട്രെയിൻ തുടങ്ങിയവയുടെ ശബ്ദവും പശു, കുരുവി, കടൽക്കാക്ക എന്നിവയുടെ ശബ്ദവും വയലിനിൽ അവതരിപ്പിച്ചാണ് ആദിത്യൻ വയലിനിൽ അത്ഭുതം തീർക്കുന്നത്. ഇതിനോടകം നിരവധി വേദികളിൽ വയലിൻ ഫ്യൂഷനും ആദിത്യൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ശബ്ദങ്ങൾ കൊണ്ടാണ് മിമിക്രി കേട്ടിട്ടുള്ളത്. എന്നാൽ വയലിൽ നിന്ന് മിമിക്രി എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കുറച്ച് വാഹനങ്ങളുടെ ഹോൺ ശബ്ദം. ആദ്യമായി പോലീസുകാരൻ്റെ ശബ്ദം. അടുത്തതായിട്ട് ആംബുലൻസിൻ്റെ ഹോൺ ശബ്ദം. പശു കരയുന്ന ശബ്ദം. ആദിത്യൻ അനുജത്തിയായ അതിഥിയോടൊപ്പം ARMലെ അങ്ങുവാനക്കോണിലെ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം അവതരിപ്പിക്കുന്നത് ഇതിനോടകം പ്രേക്ഷകർ കയ്യടിയോടെ സ്വീകരിച്ചു കഴിഞ്ഞു. തുമ്പമൺ സെന്റ് ജോൺ സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിത്യദേവ് 2022, 2023 വർഷങ്ങളിൽ CBSE സംസ്ഥാന കലോത്സവത്തിൽ വയലിനിൽ A ഗ്രേഡ് നേടി സ്കൂളിന്റെ അഭിമാന താരമായി മാറി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നടന്ന രവീന്ദ്ര സംഗീതോത്സവത്തിൽ പങ്കെടുത്തത് അനുഗ്രഹീത നിമിഷങ്ങളാണെന്ന് ആദിത്യദേവ് പറയുന്നുണ്ട്. ഇതോടൊപ്പം അടുത്തിടെ നടന്ന ചെന്നൈ മാർഗഴി മഹോത്സവത്തിലും വയലിൻ അവതരിപ്പിക്കാൻ ആദിത്യന് കഴിഞ്ഞു. ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യത്തിന്റെ കീഴിലാണ് നിലവിൽ ആദിത്യൻ വയലിൻ അഭ്യസിക്കുന്നത്. അടൂർ ഏഴംകുളം പഞ്ചായത്തിലെ മാങ്കൂട്ടം നെല്ലിക്കുന്നിൽ വടക്കേതിൽ ബിനുവിന്റെയും സഹിനയുടെയും മൂത്ത മകനാണ് ആദിത്യദേവ്. അനുജത്തി അതിഥി ബിനു ഭരതനാട്യം നർത്തകിയാണ്.